ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. 2% മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ചത്. ജനുവരി 1 മുതലുള്ള ആനുകൂല്യം ലഭിക്കും. ഇതോടെ ചെയർമാന്റെ ശമ്പളം 4 ലക്ഷം രൂപയിലേക്ക് ആവുകയാണ്. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, എന്തായാലും PSC ചെയർമാനും അംഗങ്ങൾക്കുമൊക്കെ വാരിക്കോരി തന്നെ നൽകിയിരിക്കുന്നു. 1 രൂപ വർദ്ധിപ്പിക്കണമെന്ന് പോലും ആവശ്യപ്പെട്ട് ഒരു സമരം ചെയ്യേണ്ട ഗതികേടൊന്നും PSC-ക്കാർക്ക് ഉണ്ടായിട്ടില്ല. ജിൽസി, ഫെബ്രുവരിയിലാണ് PSC ചെയർമാന്റെ അംഗങ്ങളുടെയും ഒക്കെ ശമ്പളം പുതിയ നിരക്കിലേക്ക് മാറ്റിയത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ക്ഷാമബത്ത 2% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, PSC അംഗങ്ങളുടെയും ചെയർമാന്റെയൊക്കെ ക്ഷാമബത്ത കണക്കാക്കുന്നത് കേന്ദ്ര നിരക്കിലാണ്. കേന്ദ്ര സർക്കാരിന് വർഷത്തിൽ 2 തവണ DA കൂടും. അതും പ്രകാരം ഇവർക്കും കൂടുന്ന രീതിയാണ്. അത് സംബന്ധിച്ച് ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ 53% PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും DA. അത് 55%ആക്കി 2% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ചെയർമാന്റെ ശമ്പളം 4,10,000 മാറും. അംഗങ്ങളുടേത് 4 ലക്ഷവുമായി മാറും. 19 അംഗങ്ങളാണ് PSC-ക്കുള്ളത്. ചെയർമാൻ അടക്കം 20 പേരാണ് നിലവിൽ ഉള്ളത്. ആകെ 21 ചെയർമാൻ അടക്കം വരേണ്ടത്. ഒരാളുടെ ഒഴിവ് ഇപ്പോൾ നിലവിലുണ്ട്. എങ്ങനെ നോക്കിയാലും ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം അവർ കോളടിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ജിൽസി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടും മറ്റൊരു സുപ്രധാനമായ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തത്. നേരത്തെ സർക്കാർ സർവീസിൽ നിന്നും PSC-യിലേക്ക് വരുന്നവർക്ക് അവർക്ക് സർവീസ് പെൻഷൻ അല്ലെങ്കിൽ PSC-യിലേത് കണക്കാക്കി എടുക്കാമെന്നായിരുന്നു. അങ്ങനെ സർക്കാർ സർവീസിലെ പെൻഷൻ സ്വീകരിച്ച ചിലർക്ക് ഇപ്പോൾ മാറ്റണമെന്ന് തോന്നി. കാരണം PSC-യിലെ പെൻഷനാണ് ഉയർന്നത് എന്നുള്ളത് കൊണ്ട് കൂടിക്കൂടി വന്നപ്പോൾ അവിടെ ഉയർന്നതായതുകൊണ്ട് ആ നിരക്കിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി. ആദ്യം അത് സർക്കാർ അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചുകൊണ്ട് ഒരു 4 പേർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ മറ്റെല്ലാവർക്കും കൂടി അത് ബാധകമാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കി കൂട്ടിക്കൊടുത്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങളുടെയും ചെയർമാന്റെയും ക്ഷാമബത്ത കൂടി കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ വൈകിട്ട് ധനവകുപ്പിൽ നിന്നും പുറത്തിറങ്ങിയത്. ജിൽസി.